അതുപോലെ ഇതൊക്കെയാണ് ബിസിനസ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും നമ്മളെ സുഹൃത്ത് ഉണ്ട്. നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ നിലമ്പൂർ സൈഡിൽ നിന്നാണ് വരുന്നത്. നിലമ്പൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് ഫസ്റ്റ് റൈറ്റ് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഗൂഡല്ലൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെത്തും. അതായത് പോകുന്ന വഴി ഒരുപാട് മനോഹരമായിട്ടുള്ള മാൻകൂട്ടങ്ങൾ, ആന, പല രീതിയിലുള്ള നമുക്ക് ലെറ്റ്സ് സേ ലൈക്ക് ദിസ് ഈസ് എ വേഴ്സറ്റൈൽ ഫേസസ് ഓഫ് എന്താ പറയുക ആനിമൽസ് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വേഴ്സറ്റൈൽ ഫേസസ് ഓഫ് ഫോറസ്റ്റ് വി കൻ എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ദ ഫാസിനേറ്റിംഗ് ബ്യൂട്ടി. ലൈക്ക് ഇതൊന്ന് കണ്ടു നോക്കിയെങ്കിൽ എന്തോ ഒരു മനോഹരമാട്ടോ. നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുറേ പൈസയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ അവിടുന്ന് അങ്ങോട്ടും കുറേ പൈസ ഉണ്ടാക്കുന്നത്, ഭക്ഷണം കഴിക്കണത്. അതിൻ്റെ അക്കപ്പുറത്തേക്ക് നമുക്ക് അത്രയും നമുക്ക് ലൈഫിൽ വേണ്ട ഒരു സാധനമാണ് മെൻ്റൽ സുക്കൂൻ എന്നുള്ളത്, അല്ലേ? അത് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും സത്യമായിട്ട്. നമ്മൾ ഇവിടുന്ന് നോക്കി കാടിൻ്റെ ഭംഗി. ഇത് തേക്ക് മരങ്ങളാണ്. അത് തേക്കാണോ? ഏതാ മരമല്ല, തേക്കല്ല, പക്ഷെ ഒരു കൈൻഡ് ഓഫ് വൈബ്രൻറ്റ് പീസ് സംഭവമാണ്. ഒന്ന് ഫോട്ടോ എടുക്കണം നമുക്ക്. ആണോ? ഈ ചുറ്റിലും ഇതേപോലെ ഒരുപാട് കാട്ടുമൃഗങ്ങൾ, മാന് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ ഭംഗിയില്ലേ? അതായത് നമ്മളിവിടെ പോകുമ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഇതിലുള്ള റോഡിൻ്റെ ഒരു ഭംഗി അത് വല്ലാത്തൊരു സാധനമാണ്. ബന്ദിപ്പൂരിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് ഗൂഡല്ലൂരിൽ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലൂടെ അങ്ങനെ പോകുന്ന ഒരു വഴിയിലെ കാഴ്ചകൾ, ഇരു സൈഡുകളും നോക്കി, രണ്ട് സൈഡുകളിലുള്ള ആ ഒരു ആംബിയൻസ്. നമുക്ക് ഭാഗ്യമുണ്ട് ഇനി വേറെ കുറേ ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ കാണുന്ന കാഴ്ചകളാട്ടോ. ഇഷ്ടം പോലെ മാൻകൂട്ടങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ്രൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. ലൈഫിൽ ഒരു വട്ടെങ്കിലും നമ്മളിതിലൂടെ പാസ് ചെയ്യും. നമ്മളിവിടെ ഒരുപാട് തവണ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണയും ഫ്രഷാണ്. കർണാടക, തമിഴ്നാട്, കേരളം, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ നിലമ്പൂർ വഴി വരുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ വയനാട് വഴി വരുമ്പോഴും നമ്മൾ മുതുമലൈ ടൈഗർ റിസർവും അതിന് ശേഷം, അതായത് തമിഴ്നാട്ടിലാണ് മുതുമലൈ വരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ബന്ദിപ്പൂരാണ്. അതായത് ബാംഗ്ലൂരിലേക്കൊക്കെ നമ്മൾ പോകുന്ന ഈ റൂട്ടാണ്. അത് കർണാടക, കേരളം, തമിഴ്നാട്, കർണാടക, ഇത് മൂന്നും ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെയാണ്, അതായത് ടോട്ടൽ ദുനിയാവ് കാട് വെട്ടിപ്പിടിച്ചാണല്ലോ. അപ്പോൾ ഈ കാടാണ് അതിൻ്റെ ഒരു മെയിൻ ഫാക്റ്റ് എന്നുള്ളത്. ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു പ്രാവശ്യം വരണം. സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് 9 മണി, 8 to 9 മണിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇത് ക്ലോസ് ചെയ്യും, ഇതിൻ്റെ ബോർഡർ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ബാനാണ്, പോകാൻ പറ്റില്ല. പിന്നെ രാവിലെ വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്, അതായത് KSRTC പോലത്തെ വണ്ടികൾ പോകാറുണ്ട്. പിന്നെ മെയിൻ സാധനം, നമ്മൾ ഫാസ്റ്റ് ഡ്രൈവ് ഇതിലൂടെ ചെയ്യാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾ എനി ടൈം അപ്പോഴെപ്പോഴും എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അത് കാരണം നമുക്ക് റോഡ് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ ഹംസ് ഇഷ്ടംപോലെ ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ മൃഗങ്ങളെയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും നിർത്തും. കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഫൈനാണ്, വണ്ടി നിർത്തി കഴിഞ്ഞാലും ഫൈനാണ്. നല്ല ഭീമമായിട്ടുള്ള എമൗണ്ട് നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ ഒരാരും കാണുന്നില്ല. ചിലപ്പോൾ CCTVയിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം പിടിച്ചു കഴിഞ്ഞാൽ കാടാണ്, നിയമം മാറും. ഓക്കെ. പിന്നെ ആനകളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുക മാൻകൂട്ടങ്ങളാണ്. ആനകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യരുത്, ബോറടിപ്പിക്കാത്ത രൂപത്തിൽ അതൊന്നും ചെയ്യൂല. ഇതൊക്കെ വൈൽഡ് ആനിമൽസ് നമ്മളൊന്നും ചെയ്യൂല. ഇപ്പോൾ ഉണ്ടോ ഒരുപാട് കാട്ടികളുണ്ട്. കാട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസൻസ് ഉണ്ടല്ലോ, ഈ എന്താണ് പറയുക, അതിന് പറയുന്ന പേരെന്താണ്, മറ്റേ കാട്ടുപോത്തുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമ്മൾ ഈ വട്ടവടൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു ഫീലാണ് നമുക്ക് ഇതിൽ പോകുമ്പോൾ. ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ നല്ല രസത്തിൽ മറ്റേ ആനപ്പന്തി വരാറുണ്ട്. കുറേ ആനകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, സൈഡിലൂടെ ആന ഉണ്ടാവും. പിന്നെ
കാഴ്ചകൾ നോക്കി, മാൻകൂട്ടങ്ങൾ, എൻ്റെ മോനെ വേറൊരു വൈബാണ് കേട്ടോ. ഐറ്റങ്ങൾ അതായത് ഇതേപോലെ ഈ കാറിൻ്റെ സൈഡിൽ കണ്ടെങ്കിൽ ഫുള്ള് ഇതേപോലെ. സോ സീ ദ ബ്യൂട്ടി ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ്. സീ how beautifully they are living here. The people, the breathtaking beauty of Kerala and the lush greenery we can explore, we can experience everywhere we are going to. Obviously we are from Kerala. അത് നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ കേരളക്കാരാണെങ്കിൽ പോലും ആ ഗ്രീനറിയുടെയും പഴമയുടെ ആ ഒരു തനിമൊക്കെ നിലനിർത്തുന്ന കുറേ മനോഹാരിതമായിട്ടുള്ള പ്രകൃതി രമണീയതയുടെ അകത്തലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ നമ്മൾ ആ ഒരു യാത്ര നഷ്ടമാവില്ല. ഇത് നോക്കി, കാട്ടുപോത്ത് ഈ കാട്ടുപോത്ത് നോക്കി, കാട്ടുപോത്തിനെ കണ്ടിട്ട് നമ്മൾ यार देखो ये देखो यार, कौन जा रहे हो टाइगर का हुक्म. देखो अगर वो कुछ करेगा हम मर जाएगा. या ये देखो ये किंग ഏരിയയുടേത് ടൈഗറിൻ്റെ ബോർഡുകൾ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ആൾ താമസമൊന്നും ഇല്ലാത്ത ഇത്ര ഏരിയകൾ എന്തോ രസമായിരിക്കും ജീവിതം. പക്ഷെ അധികം അനിമൽസും പാടില്ല. നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഫാമിലി നൈസായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ദിവസം അങ്ങനെ നൈസായിട്ട്. ഇവിടെ പ്രധാനപ്പെട്ട സാധനം ഡോണ്ട് ഫീഡ് അനിമൽസ്. അനിമലിന് ഇവിടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഭയങ്കര സ്നേഹികളൊക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ കണ്ട കാട്ടുപോത്താണ്, അത് നക്കി കഴിഞ്ഞാലാണ് പോകും. അതിൻ്റെ കൊമ്പിൻ്റെ പടച്ചന, അതിൻ്റെ പവറുണ്ട്. നിങ്ങൾ വീണ്ടും ഇതാക്കണം. മറ്റേത് എന്തിനു പറയാം, കുരങ്ങൻ കുട്ടികൾ ഇതാക്കണേ, പിന്നെ മറ്റേത് ആകണം മാൻകുട്ടികളാക്കണം. അവിടെ മാന് മധുര കരിമ്പേ. വീണ്ടാക്കണം, അടുത്താക്കണേ മയില് പോയില്ലേ. ഇന്ന് കാണുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ ബ്ലോഗിലൂടെ കാണിച്ചു തരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വന്ന് നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയേക്കാണ്. ഇവിടെ എന്തോ സാധനമുണ്ട്, ആനകളെന്തോ ഉണ്ട്. ആനകുളിൻ്റെ ആനനെ കുളിപ്പിക്കുന്നുണ്ട്. ആന കുളിപ്പിച്ചാണ്. ആനക്കുളി. कहाँ से आप लोग? अच्छा, अगला नेक्स्ट वन. വീണ്ടും ആന. ഇവിടെയാണ് മറ്റേ ആനൻ്റെ സഫാരി. ടൈഗർ റിസർവിൻ്റെ ഇത് ഇവിടെ അല്ലേ? ടൈഗർ റിസർവിൻ്റെ മോനെ കിട്ടിലും വ്യൂ. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താ? ഫോട്ടോ എടുത്തോണ്ടിട്ടുണ്ട്. അതല്ല സിനിമാറ്റിക്കിലെടുത്ത്.
അങ്ങനെ നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ച് ഇപ്പം നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറാണ്. ഓക്കെ, നോ സോറി, മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഈ പാലം കണ്ടോ, ഇതിന് നേരെ ഇപ്പുറത്ത് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ, ഇനി നമ്മളിങ്ങനെ കയറി ഇപ്പം നമ്മളിവിടെ എത്തി, കർണാടകയിലെത്തി. അതായത് ബാക്കിൽ കണ്ടത് മുതുമല ടൈഗർ റിസർവും ആ കാണുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോകണം. ഈ കുരങ്ങൻകുട്ടിയൊക്കെ നല്ല രസത്തിൽ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഗുണ്ടൽപേട്ടിലെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നമ്മൾ മുകളിലേക്ക്, അതായത് കണ്ടോ ഈ ഒരു പാലം, ഇത് കണ്ടോ നിങ്ങൾ കർണാടക. ഇപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ട പാലം കണ്ടില്ലേ, ആ പാലം തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പാലമാണ്, അതായത് മുതുമല ടൈഗർ റിസർവ്. ഇപ്പം നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറാണ്. അതായത് വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് ഉണ്ടോ, കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറാണ്. മയിൽ നോക്കി, മയിലാട്ടത്തിൽ ബദ്ര ബദ്ര ഇപ്പം നമ്മളിവിടെ എവിടെ എത്തി, കർണാടക എത്തി. ഇപ്പം നമ്മൾ നേരെ ഇനി ഇപ്പോൾ ഫാസ്റ്റാഗ് പോയി 20 രൂപ പോയി. ഇപ്പം നമ്മൾ നേരെ ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ കർണാടക എത്തിയിട്ടോ. ഇനി കാണാൻ പറ്റുന്ന സാധനം ലേപ്പേർഡ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഭാഗ്യം ഉണ്ടെങ്കിൽ. വണ്ടി ഇപ്പോൾ സമയം ഏകദേശം 5:35 അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ച് ഡേഞ്ചറും കാര്യങ്ങളും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, വണ്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ, ഇപ്പം ഇനി ഇവിടെ അല്ല, ബാക്കിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വഴി നിൽക്കരുത്. നമ്മൾ പോകുന്ന കാഴ്ചകൾ, വണ്ടി ഇങ്ങനെ ഗ്ലാസ് പൊക്കുക, പിന്നെ അത് ഹോൺ അടിക്കാതിരിക്കുക, നൈസായിട്ട് ഇങ്ങനെ പോവുക. അവിടെ ഉണ്ടോ മയിൽക്കുട്ടികളൊക്കെ പോണ്. അങ്ങനെ വണ്ടി നിർത്തിയാണ്ട് ഐറ്റങ്ങളോട് എന്ത് ചെയ്യാം, ഒരു റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്, ഗീവ് റിസീവ് റെസ്പെക്റ്റ്, എന്താണ് അങ്ങനെ സാധനമല്ലേ. എന്തായാലും മയിലോട്ടത്തിൽ പോണാക്കണം, മയിലാളെ പോണാക്കണം. അപ്പോൾ നമ്മൾ പോയി ഏകദേശം ഇങ്ങനെ എത്താനായിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.